കോഴിക്കോട് ചെറുവറ്റയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന അർഷാദ് എന്ന യുവാവ് എവിടെ? കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിയോടെ ഈങ്ങാപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്നും അടിവാരത്തേക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ട യുവാവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അർഷാദ് ഉപയോഗിച്ച കാർ താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട് ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാറിന്റെ ചില്ല് തകർത്ത നിലയിലാണ്. അതിനിടെ 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സംശയം. സംഭവത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ ഉൾക്കൊള്ളുന്ന പ്രത്യേക അന്വേഷണ സംഘം അർഷാദിനെ കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. കോഴിക്കോട് പറമ്പിൽ ബസാർ ചെറുവറ്റ ഒടിപ്പുനത്ത് അലിയുടെ മകൻ അർഷാദിനെ ശനിയാഴ്ച പുലർച്ചെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഈങ്ങാപ്പുഴ പൂലോടുള്ള ഭാര്യ വീട്ടിലായിരുന്നു അർഷാദ്. അടിവാരത്തേക്കെന്നും പറഞ്ഞാണ് അർഷാദ് പുറപ്പെട്ടത്. സുഹൃത്തിന്റെ കാറിലായിരുന്നു പൂലോടെത്തിയത്. ഇതേ കാറിൽ പുറപ്പെട്ട അർഷാദ് തിരിച്ചെത്താതിരുന്നതോടെ വീട്ടുകാർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയോടെ ഫോണിൽ വിളിച്ചപ്പോൾ മലപ്പുറത്താണെന്നും 10 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ വിട്ടയക്കൂ എന്നും പറഞ്ഞതായി പിതാവ് അലി പറയുന്നു. ഇതേപോലെ കുറെ വിളി വിളിച്ചപ്പോൾ പ്രാവശ്യം ഫോൺ എടുത്തു മകനെടുത്ത് പറഞ്ഞ് പിന്നെ ഇവര് 10 ലക്ഷം ഉറച്ച് ചോദിക്കുന്നുണ്ട്. 10 ലക്ഷം കൊടുത്താലേ എന്നെ വിടുള്ളൂ. ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് മോനെ 10 ലക്ഷം ഇവരെ ആവശ്യം പറഞ്ഞ് 10 ലക്ഷം ആണെന്ന് പറയുമ്പോൾ ഫോണ് കട്ടായി. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോദിക്കുന്നത് എവിടെ ഉള്ളത് മലപ്പുറമാണെന്നാണ്. ഫോണ് വേറെ ആളല്ല അന്നേരം കൊടുക്കുന്നത്. ആ വേറെ ആള് സംസാരിച്ച് അവര് തന്നെ പറഞ്ഞ് 10 ലക്ഷം തന്നാൽ നിങ്ങളെ മോനെ നിങ്ങൾ വിടൂ, 10 ലക്ഷം ഉറച്ച് തരണമെന്ന്. മിസ്സിങ് ഈങ്ങാപ്പുഴയുള്ളതായതുകൊണ്ട് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. പോലീസ് ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കണ്ടു കിട്ടുന്നില്ല, ഞങ്ങളെ മോനെ കണ്ടു കിട്ടുന്നില്ല. മൂഴിക്കൽ അങ്ങാടിയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന അർഷാദിന് സാമ്പത്തിക ഇടപാടുള്ളതായി അറിയില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ 10 ലക്ഷം രൂപ നൽകാനുള്ളതിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അർഷാദ് ഉപയോഗിച്ച കാർ താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട് സ്കൂളിന് പിന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാറിന്റെ ചില്ല് തകർത്ത നിലയിലാണ്. താമരശ്ശേരി, കാക്കൂർ, കൊടുവള്ളി, മുക്കം എന്നീ സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദ് പറഞ്ഞു. പ്രതികൾ ഉടൻ പിടിയിലാവുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് 18 താമരശ്ശേരി.